السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇത് നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സ്റ്റേജ് കെട്ടിയാൽ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ. നമ്മളാണ് ഏറ്റവും റബ്ബിയായ ഷെയ്ഖ്, നമ്മളാണ് തസവൂഫിന്റെ ആള്, നമ്മളെ മശായിഖന്മാർ, നമ്മളെ തന്നെയാണ് മശായിഖ്, നമ്മളെ മശായിഖന്മാരെ ചീത്ത പറഞ്ഞാൽ നിങ്ങളെ വെറുതെ ഇരിക്കൂലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടർ. അത് നമ്മൾക്കൊക്കെ പറയേണ്ടി വരുന്നു. ഇന്നൊരു വീഡിയോ കണ്ടു, ഇന്നലെയും കണ്ടു. ഇന്ന് പൂണൂർ വെച്ചിട്ട് നൗഷാദ് എന്ന് പറയുന്ന ഒരാളാണ്. നൗഷാദ് പഠിക്കുമ്പോൾ നന്നായി പഠിച്ചിട്ടുണ്ട്, വേറെ വിഷയം. അഹ്സനി സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വന്നു. പക്ഷെ അഹങ്കാരം, കിബിർ എന്ന് പറയുന്നൊരു കാര്യം ആ മനുഷ്യന്റെ തടിയിൽ വന്നുകൂടിപ്പോയി. പിന്നെ ഒരു മശായിഖന്മാരുടെ കൂടി, പിന്നെ കടിച്ചോയില്ല പുടിച്ചോയില്ല ഒന്നും തിരിയാത്ത പോലെയായി. എപ്പോഴും സ്റ്റേജ് കെട്ടുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു ഷെയ്ഖിന്റെ, ഒരു റബ്ബിയായ ഷെയ്ഖിന്റെ ആളുകളാണെങ്കിൽ, തസവൂഫിന്റെ ആളുകളാണെങ്കിൽ അവർ എന്നും സ്റ്റേജ് കെട്ടിയിട്ട് ദിക്റല്ലല്ലോ ചെല്ലുന്നത്. അവർ സലാത്തല്ലല്ലോ അവിടെ ചൊല്ലിക്കൊടുക്കുന്നത്. അവർ എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷമുള്ള ഒരു 3 കൂട്ടർ ഫോട്ടോ വെച്ചിട്ട് കാണാം. എന്നിട്ട് വേക്കിൽ ബോർഡ് ഉണ്ടാവും, സമസ്തക്കെതിരെ, ഇന്നവർക്കെതിരെ, അവർക്ക് മറുപടിയും. എന്നിട്ടോ അവർ ദിക്റല്ല അവിടെ ചെല്ലുന്നത്, സലാത്തല്ല ചൊല്ലിക്കൊടുക്കുന്നത്, ഭാഗല്ല അവർ പറയുന്നത്. അവർ പറയും എന്താണ്? മറ്റുള്ള ആരും ചീത്ത പറയാട്. ഞാൻ പറയുന്നു, ഉഷാറേ, നീ മരിച്ചു പോകണം. നീ പറയുന്ന നിന്റെ ഉസ്താദിനെയാട്, നീ നിനക്ക് പഠിപ്പിച്ച എല്ലാ വിഷയങ്ങൾ അറിയിച്ചെന്ന് ഉസ്താദിനെയാ ചീത്ത പറയുന്നത്. വേറെ ഉസ്താദിനെ ചീത്ത പറയാൻ നീ ആയിട്ടില്ല. ഈ സുൽമിയാസിനെ ചീത്ത പറയാൻ നീ ആയിട്ടില്ല. സുൽത്താനുൽമയെ ചീത്ത പറയാൻ നീ ആയിട്ടില്ല. നീ ഒരു രോമത്തിലുമില്ല. നീ കുറച്ച് കിതാബ് ഓതി പഠിച്ചിട്ടുണ്ടാകാം, കുറച്ച് വിവരം അല്ലാഹു തന്നിട്ടുണ്ട്, ഒരു 100. ആ 100 നിനക്ക് തരുമോനെ? ആ 100 നീ എന്തെല്ലാം കളി കളിക്കാൻ നോക്കാനാട്? നീ മീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ചുണ്ടിലേക്ക്, അതിന്റെ കുളത്തിലേക്ക് ഒരു സാധനം ഇടുന്നില്ലേ? ഇട്ടിങ്ങനെ നോക്കും. എന്നിട്ട് എപ്പോഴാ വിളിക്കാവ്? വെലി നിന്നെ വിളിക്കും. വലിച്ചിട്ട് കബറിൽ പോയി കിടക്കണം മോനെ. പോയി വെക്കുമ്പോ ഈ ആയിരക്കണക്ക് നാലേക്ക് ദർശെടുത്ത് കൊടുക്കുന്ന ഒരു പണ്ഡിതനെ എല്ലാ സ്ഥലത്തും ഉറക്കില്ലാതെ എല്ലാ സ്ഥലത്തും ദീന് പറഞ്ഞു കൊടുക്കുന്നു. വന്നാ ദർശെടുത്ത് കൊടുക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇന്ന് പറയുന്നു. ആയിരക്കണക്ക് മുത്തായി ഓർത്തെടുക്കുന്നു. അത്രയും ത്യാഗം ചെയ്ത് ഇക്കാലം അത്രയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരെ നീ ഒരു 5-6 ഉപ്പാപ്പമാരെ മുമ്പിൽ തീറ്റി അവരെ മുമ്പിൽ ചീത്ത പറയാൻ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു പച്ച സാരിട്ട ഒരു ഉപ്പാപ്പൻ കൂടി ഉണ്ട്. നൗഷാദിന് ഇപ്പുറത്തെ ഒരു പച്ച സാരിട്ട ഒരു ഉപ്പാപ്പ ഉണ്ട്. അയാളും ചിരിക്കാണ്. തെരവസ്ഥാനോ മറ്റുള്ള സമസ്തനെ ആളുകൾ ചീത്ത പറയുമ്പോൾ അയാളും ചിരിക്കുകയാണ്. അപ്പൊ ചീത്ത പറയുമ്പോ ചീത്ത പറയണ്ടെന്ന് പറഞ്ഞോടക്കല്ലേ വേണ്ടത്? ഇല്ല, സന്തോഷം കൂടി ചിരിക്കാൻ. അയാൾക്ക് സ്വർഗം കിട്ടിയല്ലേ നമുക്ക്. എന്തുപ്പാപ്പ എല്ലാ സ്ഥലത്തും സ്റ്റേജിൽ ഇപ്പാപ്പ തന്നെ ഉണ്ടാകും. എന്തപ്പോ കഥയെന്ന് അറിയുന്നില്ല. മറ്റേ നൗഷാദിന്റെ പുറത്തന്നെ ഒരു മൊലാറും കാണുന്നുണ്ട്. എല്ലാം തലക്കെട്ടിട്ട് തന്നെയാണ്. അവസാന കാലമാട് എന്ത് മശായിഖാട്? സീമയുള്ളാന്റെ പേരും പറഞ്ഞ് സീമയുള്ളാന്റെ മശായിഖ് നിങ്ങൾക്ക് തെളിവ് പറയുന്ന ആലിമിനെ ചീത്ത പറയുന്ന കൂടെയാണോ സീമയുള്ള ഉണ്ടാകുക? സീമനുകൾ നിങ്ങളെ കൂടെ ഉണ്ടാകുമോ? നിങ്ങൾ എന്ത് മശായിഖാണ്? എന്ത് സൂഫിയാക്കളാണ് നിങ്ങള്? എന്ത് സൂഫിയാണ് നിങ്ങള്? ഞാൻ നിങ്ങൾക്ക് കിതാബൊന്നും വേണ്ട. നൗഷാദ് പറഞ്ഞു കിതാബ് എടുത്തിട്ട് എനിക്കെന്തിനാ കിതാബ് എടുത്ത് വരുന്നു? നീ ഇങ്ങനെ പറഞ്ഞോ നിന്റെ കിതാബ് ആയിരിക്കാട്? എല്ലാ പഴയ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിനെ വീഡിയോ ആക്കിയിട്ട് പിന്നെ കാണിച്ച് ഇതാക്കാണ്. ജനങ്ങളെ തെറ്റിട്ട് ഞാൻ ജനങ്ങളൊന്ന് ആ സുൽഹുണ്ടാക്കുന്നതിൽ നിന്ന് ഒന്നില്ലായ്മ ചെയ്യാൻ നോക്കുന്ന ഒരു കൂട്ടരാണ് നൗഷാദ്. അള്ളാഹു അവന്റെ ശർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നൗഷാദും പിന്നെ കുഞ്ഞു മുഹമ്മദും പിന്നെ 2-3 അതിന്റെ പേരൊന്നും പറയണ്ട. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആരും കാര്യമില്ല, പറയേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ ഇന്നലും പറയും, ഇന്ന് പൂനൂരില്, നാളെ കോഴിക്കോട്, മറ്റു ഇനങ്ങറി വസമാറി എത്തിയിട്ട് പറയാണ്. നിങ്ങളിൽ എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളങ്ങനെയല്ല. പേരോട് മൗലവി എവിടെ? മറ്റേ മൗലവി ഒരിക്കൽ തിരിയാനാണ്? ഇങ്ങനല്ലേ നീ സംസാരിക്കുന്നത്?
നിന്റെ ആഖിറം എന്തിനു കൊള്ളൂ? അങ്ങനത്തെ ഒരുപാട് കാറൂണ് മാമാനൊക്കെ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട് നൗഷാദേ. ഇബ്ലീസും നല്ല പണ്ഡിതനാണ് നൗഷാദേ. അതുപോലെയാണ് നീയും കാണുന്നത്. ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു എനിക്ക് തരട്ടെ എന്ന് നമ്മൾ ദ്വാരിക്കുന്നു. നീ ഒരുപാട് ദർസ് പഠിപ്പിക്കുമോനെ. പള്ളിയിൽ ഇരുന്നിട്ട് ഒരുപാട് മുത്താലികൾക്ക് ദർസ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആരെയും ഓർത്തിയെടുക്കണം നൗഷാദേ. എന്നിട്ട് ദിക്ർ ചൊല്ല്, സലാത്ത് ചൊല്ല്, വാതിൽ പോയിക്കോ. അപ്പോൾ നിനക്ക് ബഹുമാനമാ അല്ലാതെ എപ്പോഴും ചീത്ത പറഞ്ഞു നടക്കുന്ന ആലിമീങ്ങളെ തെറി പറയുന്ന ആലിമീങ്ങളെ ആക്രമിച്ച് അവരുടെ വിഷം തിന്നുന്നതല്ലേ നീ? ഒരാലിമിന്റെ ചീത്ത പറഞ്ഞാൽ ഉണ്ടാകുന്ന വിഷം, പാമ്പിന്റെ വിഷം എനിക്കറിയില്ലേ? നീ പഠിച്ചാൽ എനിക്ക് കിതാബിന്റെ ഈ വാർത്തൊന്നും പറയണ്ടപ്പാ. പറയുമ്പോൾ നാളെ തന്നെ പിന്നെ അമ്മ കർണാടകത്തിലേക്ക് നീ ഏതായാലും കാര്യം വെക്കാൻ കഴിയും. എനിക്ക് നീ വന്നാൽ നമുക്ക് പുല്ലുമല്ല. കർണാടകത്തിലേക്ക് വന്നാൽ നമ്മൾ കർണാടക സ്റ്റേറ്റുകാരാണ്. നിന്റെ എല്ലാം കേൾക്കുന്നുണ്ട് നമ്മള്. ആർക്കും ആവശ്യമില്ല. നിനക്ക് മറുപടി തരേണ്ട ആവശ്യമൊന്നുമില്ല. മറുപടി സമസ്തയുള്ള മുഷാവർ അംഗം മൊത്തം പാലത്തേക്ക് അങ്ങനത്തെ ഒരു അഹങ്കാരി, ഇങ്ങനത്തെ ഒരു ലോകത്തുള്ള അഹങ്കാരി ഉണ്ട് അവനെ പോലത്തെ. ബഹുമാനപ്പെട്ട ഈ സുലൈം ഹൗസിലൊക്കെ അപ്പോൾ സമസ്തന്റെ കാര്യങ്ങൾ ഇരിക്കുന്നല്ലേ? അവർക്ക് വെല്ലുവിളിക്കാണ് ഈ നൗഷാദ്. നിന്റെ വെല്ലുവിളി ആയിരിക്കുവാണോ? ഈ ഉപ്പാപ്പ ഇരുത്തുന്നല്ല ഞാൻ അതാ നോക്കുന്നത്. ആ പച്ച സാരി ഇത്ര ഉപ്പാപ്പ ഇരുന്നിട്ട് ഏതോ സ്ഥലത്ത് പോകുന്നില്ല. ഞാനൊന്ന് മരിച്ചു പോകണ്ട റബ്ബേ. ഞാൻ ഏക്കൊന്നും കിടക്കുന്നല്ല. പിന്നെ ഒരു സയ്യിദുണ്ട്, അതില് സാധുര്യാത്തി നടത്തുന്ന സയ്യിദകളുണ്ട്. ബഡിത്തങ്ങെന്നാ പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തങ്ങൾ ഞാൻ കണ്ടിട്ടേ ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോത്ത് കണ്ടെന്നല്ലാതെ. തങ്ങളൊന്നും നമ്മൾ കുറ്റപ്പെടുത്തൂല. പക്ഷേ തെറ്റുകൾ വരുമ്പോൾ നമുക്കത് കാണുമ്പോൾ സങ്കടമുണ്ട്. തങ്ങളെ സങ്കടമുണ്ട്. തങ്ങളെന്ന് ഞങ്ങൾ ഒരിക്കലും പറയൂല. സയ്യിദാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരാണ്. പക്ഷേ തെറ്റുകളെ കൂടെ നിൽക്കല്ല തങ്ങളെ. ആ നൗഷാദും മറ്റുമൊക്കെ ആലിമീങ്ങളെ ചീത്ത പറയുമ്പോൾ അത് നിർത്താൻ വേണ്ടി തങ്ങളെ ചൂണ്ടിക്കാട്ടി കൊടുക്കണ്ടേ? തങ്ങളെ നിങ്ങൾ അങ്ങനത്തെ നല്ല കാര്യം ചെയ്യണം. തങ്ങളോട് മക്കൾ ബഹുമാനമാണ്. തങ്ങളെ ഞാൻ ജീവിതത്തിൽ എന്നെ നേരിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ട്. ആ കാട്ടിക്കൂട്ടുന്ന അവിടെ പ്രസംഗം മുഴുവൻ തങ്ങളൊന്ന് കേൾക്കണം. തങ്ങൾ വീട്ടിൽ നിന്ന് കേട്ടാലും മതി. നൗഷാദ് ഓരോ സ്ഥലത്ത് പോയി അത് പറയുന്നത് മറ്റുള്ള ആലിമീങ്ങളെ ചീത്ത പറയൽ മാത്രമാണ്. മറ്റുള്ള ആലിമീങ്ങളെ ചീത്ത പറയുന്ന പ്രസംഗമല്ലാതെ ആ സദസ്സിൽ ഒരു ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നില്ല, ഒരു സലാത്ത് ചൊല്ലിക്കൊടുക്കുന്നില്ല, ഒരു ഇൽമു പറഞ്ഞു കൊടുക്കുന്നില്ല. മറിച്ച് മറ്റുള്ള ആലിമീങ്ങളെ സമസ്തയുള്ള മുഴുവൻ ആലിമീങ്ങളും പൊട്ടന്മാരാണെന്നും അവർക്ക് വിവരമില്ല എന്നും അവരെല്ലാം കിതാബെടുത്ത് ഈ നൗഷാദടുക്കലേക്ക് വരണമെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ തങ്ങളെ നിങ്ങൾ അതൊന്നും കേൾക്കുക. തങ്ങളെ ആ മനുഷ്യനോടൊന്ന് നിർത്താൻ വേണ്ടി പറയൂ. തങ്ങളെ ബഹുമാനത്തോടെയാ തങ്ങളോട് പറയുന്നത്, സ്നേഹത്തോടെയാ തങ്ങളോട് പറയുന്നത്. ഓ നൗഷാദേ, ഈ പറഞ്ഞോ, നീ പ്രസംഗിച്ചോ, എത്ര കാലം നീ പ്രസംഗിക്കും നോക്കാം നമുക്ക്. ആലിമീങ്ങള് 45 വർഷമായി പേരോട് ഉസ്താദ് ആൾ പറയുന്നു. എത്ര നമ്മളൊക്കെ ജീവിക്കുന്നതിന് മുമ്പ് തന്നെ പേരോട് ഉസ്താദ് ആൾ പറയുന്നുണ്ട്. അങ്ങനൊരു പണ്ഡിതനെ എന്തിനാ പോലെ ഉയർച്ച തിന്നുന്നത്? നീ ആഖിറം പേടിയില്ലാത്ത കൊണ്ടല്ലേ? നിനക്ക് അവിടെ സ്വർഗം നരകമുണ്ടെന്നുള്ള പേടിയുണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയുവോ? പേരോട് ഉസ്താദ് പറയുന്നത് ശരീഅത്തിന് വിരുദ്ധമായി വരുന്ന കാര്യത്തിന് മാത്രമേ പറയുന്നുള്ളൂ. തെറ്റ് കണ്ടത് കൊണ്ട് മാത്രമേ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ. അത് ഏത് പുത്തനാശക്കാരും അങ്ങനെ തന്നെയല്ലേ കാണുന്നത്. പേരോട് ഉസ്താദ് കിതാബ് ഇമാർത്തൊക്കെ വായിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെയല്ല. പേരോട് മൗലവി, പേരോട് ഇങ്ങോട്ട് വാ, ആ പൊട്ടൻ എന്നല്ല ഇങ്ങ പറയുന്നത്. എത്ര വ്യത്യാസമുണ്ട് ഇതിന്റെ വാക്ക്. നീ അഹങ്കാരിയാണ്, കിബിറനാണ്. നിന്റെ കിബിറ് സഫീർ കുഫറാണ്. കിബിർ വന്നാൽ അത് കുഫറിലേക്ക് പോകുന്ന അംബാസഡർ ആണല്ലോ. പഠിച്ചിട്ടില്ലേ നീ? അല്ലാഹു നിന്റെ ശർറുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരും പ്രസ്ഥാനമുള്ള കാക്കട്ടെ. നിന്നെ അല്ലാഹു സമസ്തയിലേക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ഹിദായത്തിന്റെ വെളിച്ചം തന്ന് അല്ലാഹു ഇങ്ങോട്ടേക്ക് വരാനും എന്നിട്ട് സമസ്തയിലേക്ക് വന്നുകൊണ്ട് ധാരാളം ഇന്ന് പറയാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകട്ടെ. എനിക്കതിനേക്കുള്ള ഹിദായത്തുള്ള തരട്ടെ എന്ന് നമ്മൾ ദ്വാരക്കാം. നീ അതിൽ തന്നെ പെട്ടുപോകണ്ട. നീ ഇങ്ങോട്ട് വാ. മറ്റേ കുറു ടൂറിസം എന്ന് പറയുന്ന കുറൂട്ടു ശല്യം നടക്കന്നെ. അള്ളാഹു ശർറിൽ നമ്മളെ
നിന്റെ ഷർറിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.